എസ് കെ എൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ. നേരത്തെ രാവിലെ എസ് കെ എൻ പറയുന്നുണ്ടായിരുന്നു, എസ് കെ എനും സലീം കുമാറും തമ്മിലുള്ള ആത്മബന്ധം അത് പറയുന്നുണ്ടായിരുന്നു. അത് ഫ്ലവേഴ്സുമായി തുടക്കം മുതൽ തന്നെ വളരെ ആഴത്തിലുള്ള ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് പ്രധാനപ്പെട്ട വേദിയിൽ. അതിനു മുമ്പ് എസ് കെ എൻ ഏഷ്യാനുള്ള സമയത്ത് കോമിക്കോള എന്ന പരിപാടിയിൽ കൂടിയൊക്കെ സലീം കുമാർ ആദ്യഘട്ടത്തിൽ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആദ്യഘട്ടത്തിലൊക്കെ കോമിക്കോള ഒക്കെ വലിയ ബ്രേക്ക് നൽകിയ പ്രോഗ്രാമാണ്. അന്നും എസ് കെ എനുമായി ബന്ധമുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. എസ് കെ എൻ സലീം കുമാർ ആദരം അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ ചെന്നാമള്ളി അടക്കമുള്ളവർ എസ് കെ എനൊപ്പമുണ്ട്. അങ്ങോട്ടേക്ക് എത്തുകയാണ് ആദരം അർപ്പിക്കാൻ. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ ധാരാളം പേർ അങ്ങോട്ടേക്ക് സലീം കുമാറിനെ ഒരു നോക്ക് കാണാൻ ആദരം അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ഫ്ലവേഴ്സുമായി വളരെ അടുത്ത ബന്ധം, ഒരുപാട് പരിപാടികളിലെ പങ്കാളിത്തം, ഒരുപാട് വേദികൾ, ഒരുപാട് ഓർമ്മകളുണ്ട്. ഫ്ലവേഴ്സ് എന്നൊരു പ്രോഗ്രാം ചാനലും സലീം കുമാർ എന്ന ഒരു മഹാനടൻ നമ്മൾ ഒരുപാട് ബോണ്ട്, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്. ഉറപ്പായും വ്യക്തി എന്നുള്ള നിലയ്ക്ക് എസ് കെ എനും ആർ ശ്രീകണ്ഠനാർക്കും ഉറപ്പായും ആ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഓർമ്മകൾ രാവിലെ എസ് കെ എൻ ഇവിടെ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിധിവരെ എസ് കെ എൻ ആദരം അർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ നേരത്തെ അവിടെ എത്തി മടങ്ങി. എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും പരിചയമുള്ളവർക്ക് അത്തരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വളരെ വൈയക്തികമായ, വളരെ വ്യക്തിപരമായ ഒരു നല്ല അനുഭവം, ഒരു ചിരിയോർമ്മ, ഒരു ചിരി അനുഭവം എല്ലാവർക്കും പങ്കുവെക്കാനുണ്ട്. അതാണ് സലീം കുമാർ എന്ന വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുറ്റതാക്കുന്നത്, കൂടുതൽ മഹത്തരമുള്ളതാക്കുന്നത്. കേവലമെന്നല്ല, ഒരു നല്ല നടൻ ആണ്. നല്ല നടൻ എന്നതിലപ്പുറം ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് കൂടി എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ആർക്കും ഗുണങ്ങളല്ലാതെ ദോഷങ്ങളൊന്നും ഉണ്ടാക്കാതെ, ആർക്കും ഏതെങ്കിലും കോക്കസുകളുടെ ഭാഗമായി നിൽക്കാതെ, അതേസമയം തന്നെ ഉള്ള കാര്യങ്ങൾ തുറന്ന് കൃത്യമായി തന്നെ പറഞ്ഞതുകൊണ്ട് ഉണ്ടാവും നഷ്ടം അങ്ങ് ഉണ്ടാവട്ടെ എന്ന് കരുതുന്ന, ആർജവമുള്ള, നിലപാടുള്ള ഒരു മനുഷ്യന് മാത്രമേ, ഒരു കാപട്യമില്ലാത്ത ആത്മാർത്ഥമായ ഒരു മനുഷ്യന് മാത്രമേ ആ രീതിയിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ, നമ്മൾ നയതന്ത്രം അല്ലെങ്കിൽ നയപരമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദോഷമുണ്ടാവുന്ന ഒരിടത്ത് പോയി നമ്മളൊരു നിലപാട് പറയില്ല, കമാന്ന് മിണ്ടാതിരിക്കുകയുള്ളൂ. അങ്ങനെയല്ല, ഡിപ്ലോമാറ്റ് ആവാതെ കുറച്ചുകൂടി നൈർമല്യവും നേർമയുമുള്ള മനുഷ്യരാവുന്നതുകൊണ്ടാണ്, ശരിക്കും മനുഷ്യരാവുന്നതുകൊണ്ടാണ് അത്തരത്തിൽ നിലപാടുകൾ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ഓർക്കാതെ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കാപട്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും വലിയ ആദരം, അത്രയും വലിയ സ്നേഹം ഈ കാണുന്ന ജനക്കൂട്ടം സലീം കുമാർ നൽകുന്നത്. താഴെത്തട്ടിൽ മണ്ണിനോട് ചേർന്ന് നിന്ന മനുഷ്യനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതായിരുന്നു. ദേശീയ പുരസ്കാരങ്ങളുടെ നിറവിൽ വേണമെങ്കിൽ താരജാടകളൊക്കെ ഇടാം. രാവിലെ എസ് കെ എൻ പറയുന്നുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഈ പ്രതിഫലം അങ്ങനെ കുത്തനെ കൂട്ടാത്ത ഒരു നടൻ കൂടിയായിരുന്നു സലീം കുമാർ. വേണമെങ്കിൽ ഈ പറഞ്ഞ പ്രതിഫലം മാരകമായി ഉയർത്താമായിരുന്നു. അതിനുള്ള പൊട്ടൻഷ്യൽ, അതിനുള്ള ദേശീയ പുരസ്കാരം, അതിനുള്ള എല്ലാവിധ പാരഫർണേലിയസ്, അതിന് എല്ലാവിധ ചുറ്റുപാടും ഉണ്ടായിട്ടും അത് താഴെത്തട്ടിൽ ഏതെങ്കിലും തരത്തിൽ അത് അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറത്ത് ബാധിച്ചിട്ടില്ല. ഈ താരജാട എന്ന് പറയുന്നതോ അഹങ്കാരമോ ധാർഷ്ട്യമോ അദ്ദേഹത്തെ തൊട്ടുപോയിട്ടേയില്ല. താഴെത്തട്ടിൽ നിന്നു സാധാരണ ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ VVIPകളോടും സംസാരിച്ചു. എല്ലാവരെയും ഒരുപോലെ കണ്ടു. അങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല വാക്ക് പറയുന്നതല്ല. യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലടക്കം ഇതിൻ്റെ കൂടുതൽ അതിന് അവതാരം എഴുതിയിരിക്കുന്ന മമ്മൂട്ടിയാണെന്നാണ് എൻ്റെ അറിവ്. സബ്ജക്റ്റ് കറക്ഷൻ. എന്തായാലും ആ പുസ്തകത്തിലടക്കം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളുണ്ട്. അവിടെ ടിനി ടോം, സിനിമാ സാംസ്കാരിക മന്ത്രി PC വിഷ്ണു അടക്കമുള്ളവർ അവിടെയുണ്ട്. എസ് കെ എൻ, ഉണ്ണികൃഷ്ണൻ ചേന്നാമള്ളി എന്നിവർ ആദരം അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. KR ഗോപികൃഷ്ണൻ അവിടെ തുടരുന്നു. GK നമ്മൾ നേരത്തെയൊക്കെ പറയുകയാണ്, ഇനിയിപ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ 1 മണി വരെയാണ് പൊതുദർശന സമയം. പക്ഷേ ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. പൊതുദർശനം തുടങ്ങിയപ്പോൾ കണ്ട നിറഞ്ഞ് കവിഞ്ഞ പറവൂർ ടൗൺ ഹാൾ അങ്ങനെ തുടരുന്നുണ്ട്. ആളുകൾ പോകുന്നു, കൂടുതൽ ആളുകൾ വരുന്നു. ഗോപി, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളുടെ ബാഹുല്യം ഇപ്പോഴും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച 1 മണി എന്ന സമയക്രമം കൃത്യമായി പാലിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ 1:15 സലീം കുമാറിന്റെ ഭൗതിക ദേഹം ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ
വസതിയായ ലോഫിംഗ് വില്ലയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഔദ്യോഗിക ചടങ്ങുകളോടുകൂടി ഉള്ള സംസ്കാരം നടക്കാൻ പോകുന്നത്. അല്പം മുൻപ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിന് ആദരമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഒരു കുടുംബത്തിന് ഔപചാരികമായി ദുഃഖം അറിയിക്കേണ്ട കാര്യമില്ല കാരണം തന്റെ കുടുംബത്തിൽ ഒരു അംഗത്തെയാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ ആളുകൾ ആദരമർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പം മുൻപ് SKN ഇവിടെ വന്ന് സലീം കുമാർ ആദരാഞ്ജലി അർപ്പിച്ചു. രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോഴും SKN എത്ര വലിയ അടുപ്പമായിരുന്നു, സൗഹൃദമായിരുന്നു സലീം കുമാറുമായി ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. നേരത്തെ ഹാഷ്മി പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. സലീം കുമാറിനെ സംബന്ധിച്ച് താരജാടകളില്ല, നമുക്ക് സവിശേഷമായ അല്ലെങ്കിൽ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമുള്ള കലാകാരൻ, അതേസമയം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് സലീം കുമാറിനെ പോലെയുള്ള കലാകാരന്മാരുടെ വിയോഗം സമൂഹത്തെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമായി മാറുന്നത്. അവരെ അബ്രപാളികളിലും സിനിമാ കൊട്ടകളിലും അല്ലെങ്കിൽ സിൽവർ സ്ക്രീനിൽ മാത്രം കണ്ട് താരാരാധനയോടുകൂടി മാറി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നല്ല അവർ കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത്. മറിച്ച് സമൂഹത്തിലെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും കുറിച്ച് ബോധവാന്മാരായി അതിലെ രാഷ്ട്രീയ നിലപാടുകളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും ഒക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള, നിലപാടുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ മടക്കയാത്ര അങ്ങേയറ്റം വേദനയുള്ളതായി മാറ്റുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ അമൃത ആശുപത്രിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ വിയോഗവും വേദനയുണ്ടാക്കുന്നതാണ്. പക്ഷേ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ നമ്മെ വിട്ടു പിരിയുമ്പോൾ ആ വേദന എന്നേക്കുമുള്ളതായി മാറുന്നു. അത് സുരേഷ് ഗോപിക്ക് മാത്രമുള്ള ഒരു അനുഭവമായിരിക്കില്ല. സലീം കുമാറിനെ സ്നേഹിച്ച നമ്മളിൽ ഒരാളായി സലീം കുമാറിനെ കണ്ട കേരളത്തിലെ സാധാരണക്കാരനായ ഓരോ മലയാളിയെ സംബന്ധിച്ചും പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ആ വിയോഗം അത്ര അധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. നമുക്കറിയാം സലീം കുമാർ നമ്മളെ വിട്ടു പിരിയുന്നത് 56-ാമത്തെ വയസ്സിലാണ്. ശാരീരികമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും നമ്മൾ കരുതിയിരുന്നത് ഇതുപോലെയുള്ള നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട് വീണ്ടും ജീവിതത്തിന്റെ ഈ ആഘോഷങ്ങളിലേക്ക് സലീം കുമാർ മടങ്ങി വന്നിട്ടുണ്ട്. അതേ ചിരിയുമായി സലീം കുമാർ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയായിരുന്നു നമുക്ക് ഇന്നലെ രാത്രി വരെയും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കി ഇന്നലെ രാത്രി 10:45 സലീം കുമാർ വിട്ടുപിരിഞ്ഞു എന്ന വിവരം പുറത്തേക്ക് വരുന്നതും ആ വിയോഗം വേദനയുണ്ടാക്കുന്നത് ചെറുപ്രായത്തിലുള്ള മടക്കം എന്നതുകൊണ്ട് മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി, എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന വ്യക്തി, എല്ലാ കാലത്തും കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗം എന്ന നിലയ്ക്ക് കൂടിയാണ്. അങ്ങനെയാണ് സമൂഹത്തിന് സലീം കുമാർ എന്ന കലാകാരനെ മാത്രമല്ല വ്യക്തിയെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഹാഷ്മി സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ വളരെ രസകരമായിരുന്നു. ഒന്ന്, അദ്ദേഹം ചിരിയാണ് അദ്ദേഹം ദൈവമായി കണ്ടിരുന്നത്. ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾക്കും വഴി തുറന്നത് ചിരിയിലൂടെയാണ്. അതുകൊണ്ട് ലോഫിംഗ് വില്ല എന്ന് തന്നെ വീടിന് പേരിട്ടുകൊണ്ട് ആ ചിരിയോടുള്ള കടപ്പാടും നന്ദിയും സലീം കുമാർ ജീവിതത്തിലും രേഖപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയോടും കുടുംബത്തിനോടുമുള്ള സ്നേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ഭാര്യ സുനിതയുടെ ഭാഗ്യമാണ്. സുനിത ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് താൻ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനുശേഷമാണ് സിനിമയുടെ ആ പകിട്ടിലേക്കും അല്ലെങ്കിൽ ആ നേട്ടങ്ങളിലേക്കും ആ ഉയർച്ചകളിലേക്കും ഒക്കെ കടക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ 2 മക്കൾ ചന്തുവും ആരൂമിലും, ചന്തു അദ്ദേഹത്തിന്റെ തന്നെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സലീം കുമാറിനുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.